ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ 2024 നമ്മൾ ഈ പരിപാടി ആദ്യമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു മലയാളം ക്ലാസ് എന്ന രീതിയിൽ മാഡിസണിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ വർഷം സെപ്റ്റംബറിൽ ഒരു പ്രവേശനോത്സവം സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് മലയാളം ഭാഷ പഠിക്കാൻ താല്പര്യമുള്ള അഭിനന്ദനവും ഒരു ക്ലാസ് ആയിരുന്ന സമയത്ത് അത് വളരെ ചെറിയൊരു വിജയകരമായിട്ടും നടക്കുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ ആ വർഷം കഴിഞ്ഞെടുത്ത 25 ഇതുപോലെ തന്നെ നമ്മളൊരു അതാത് സ്ഥലങ്ങളിലെ ചെറിയ നമ്മുടെ കുട്ടികൾ വളരെ നല്ല രീതിയിൽ അവരുടെ കഴിവുകളും അവരുടെ ഭാഷയിലുള്ള പഠിക്കാൻ താല്പര്യമുള്ള സെപ്റ്റംബർ നമ്മളെ ആ സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലായി വളരെയധികം ആൾക്കാരുടെ സപ്പോർട്ട് അമേരിക്കയിൽ അങ്ങനെ നമ്മൾ രണ്ടാമതൊരു ബാച്ച് ആ സമയത്ത് വളരെ ലിമിറ്റഡ് ആയിരുന്നു അവരെ അവരതിന്റെ കോവിഡ് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ക്ലാസ്സിലേക്ക് വരാൻ പറ്റുന്ന ഒരു അവസ്ഥയിലെത്തിയപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉപയോഗിക്കാം. ആ സമയത്തായിരുന്നു നമ്മളെ ഭാഗ്യത്തിന് വിഷ്ണു ജോലിയും ഇങ്ങനെ ഏറ്റെടുക്കാൻ തയ്യാറായത്. അങ്ങനെയാണ് 2024 സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ രീതിയിലൊരു ഇതാവുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നു. നമുക്ക് കുട്ടികൾക്ക് ക്ലാസ് കൊണ്ടുപോകുക, മലയാളം മിഷന്റെ പാഠ്യപദ്ധതി ഉണ്ടോ അത് വെച്ച് മുന്നോട്ട് പോവുക, എങ്ങനെ വരുന്നു നോക്കട്ടെ. പരീക്ഷണാർത്ഥം നടത്തിയ ഒരു സംഭവം ഞാൻ പറയുകയാണെങ്കിൽ ഇത്രയും വലിയൊരു വിജയമാവുകയും ഈ പരിപാടിയിലേക്ക് പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. നമ്മുടെ കാര്യങ്ങളുമായി കാരണം നമ്മൾ എല്ലാവരും പല പല ജോലി തിരക്കുകളുടെ ഇതായിരുന്നു നമ്മുടെ 2025 പ്രവേശനോത്സവം. അന്ന് എല്ലാവരും അവരവരുടെ രീതിയിൽ പല കാര്യങ്ങളുടെ തിരക്കിലും ബഹളത്തിലും കൂടാതെ കുട്ടികൾക്ക് 100 ആക്ടിവിറ്റീസ് പുള്ളിയുടെ ചില ഐഡിയകളായിട്ട് ഒരു മലയാള ഭാഷയിലെ ഒരു ലൈബ്രറി ലൊക്കേഷനിലാണ്, അടുത്ത ആഴ്ച വേറെ ലൊക്കേഷനിലാണ്. ഇതിനൊക്കെ മെനക്കെടാൻ തയ്യാറാവുന്നത് വലിയൊരു കാര്യമാണ്. കാരണം മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുക ചിലപ്പോൾ ഈ മലയാള ഭാഷയുടെ മലയാളം ക്ലാസ്സിലേക്ക് താല്പര്യമായിട്ട് ചിന്തിക്കുന്നത് എല്ലാ കുട്ടികളെയും സംസാരിക്കാൻ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതൊക്കെ നമ്മുടെ ഭാഷയിലിരിക്കും. അവരെ വെൽക്കം ചെയ്ത് സ്വാഗതം ചെയ്ത് മലയാളത്തിൽ പറഞ്ഞായിരിക്കും ചിലപ്പോൾ കൺവേർട്ട് ചെയ്തത്. അപ്പൊ കുട്ടികൾ എല്ലാവരും ചേർന്ന് നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് ഒരു ഗ്രീറ്റിംഗ് കാർഡ് പോലെ ഉണ്ടാക്കിയില്ല. പക്ഷെ എന്നിട്ട് നമ്മൾ കേരളത്തിന്റെ ഹാപ്പി ബർത്ത്ഡേ അന്ന് വളരെ നല്ല രീതിയിൽ ആഘോഷിച്ചു. നമ്മളിവിടെ കാണുന്നത് വളരെ നല്ല അതിനുവേണ്ടി മീനിങ്ഫുൾ ആയ എല്ലാവരെയും എല്ലാ പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവരുടെയും സഹകരണമായതിലെ കുട്ടികൾക്കും അതിനോട് കുട്ടികൾക്ക് പ്രായമായി വരുന്ന സമയത്ത് കുട്ടികളുടെ കണക്റ്റഡായിട്ട് പോകും. അതിന്റെ ക്ലാസിന്റെ ഭാഗമായിട്ട് നർച്ചറിംഗ് ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് അവർ നമ്മളുടെ നാടിനെ പറ്റിയും നമ്മുടെ ഭാഷ നമ്മൾ ചെയ്തു വന്ന രീതികൾ അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റിയാൽ തന്നെ വലിയൊരു കാര്യമാണ്. അപ്പം അത് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഇത് പിന്നെ മലയാളം ലൈബ്രറി അത് കഴിഞ്ഞ കൊല്ലം അതും ഒരു പരീക്ഷണമായിരുന്നു. അപ്പോൾ നമുക്ക് എത്രത്തോളം പുസ്തകങ്ങളും കാര്യങ്ങളും കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുന്നു, കുട്ടികൾക്ക് വായനയിലൂടെ ഇമാജിനേഷൻസ് കൊണ്ടുവരാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. കാരണം നമുക്ക് ഒരു വിഷ്വൽ കാണുന്നതിനേക്കാളും കൂടുതൽ വിഷ്വൽ ഓൾറെഡി നമ്മളെ കാണിച്ചു കഴിഞ്ഞു. അത് കണ്ടിട്ട് നമ്മൾ അതിൽ നിന്ന് ഇന്റർപ്രറ്റ് ചെയ്യുക ചെയ്യുന്നത്. നേരെ മറിച്ചൊരു പുസ്തകം വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് അൺലിമിറ്റഡ് ഇമാജിനേഷനാണ്. ഒരു എഴുത്തുകാരനെ എങ്ങനെ വേണമെങ്കിലും എഴുതാം, വായിക്കുന്ന ആൾക്ക് അതിനേക്കാളും കൂടുതലായിട്ട് ഇമാജിൻ ചെയ്യാം. അപ്പോൾ ആ ഒരു ഇതായിരുന്നു. അതുകൊണ്ടെടുത്ത് ആദ്യം സംസാരിക്കുന്ന സമയത്തും നമ്മൾ
ഈ റീഡേഴ്സ് ക്ലബിനെ പറ്റി സംസാരിക്കുമ്പോഴും ഒക്കെ ഇതൊക്കെയായിരുന്നു നമ്മളെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഇപ്പൊ ഞാനൊരു സാധനം വായിക്കുന്നത് നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നതും ഞാൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നതും ഡിഫറെന്റ് ആയിരിക്കും. അത് തന്നെ ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സിൽ വായിച്ചതായിരിക്കില്ല പോലെ ആയിരിക്കില്ല എനിക്ക് 25ാമത്തെ വയസ്സിലോ 40ാമത്തെ വയസ്സിലോ തോന്നുന്നത്. കാരണം അതിനനുസരിച്ച് നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ ഇമാജിനേഷനും കാര്യങ്ങളൊക്കെ മാറും. അപ്പൊ ഈ പുസ്തകങ്ങളിലൂടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് തന്നെ അതൊരു വലിയ കാര്യം കൂടിയാണ്. അപ്പൊ ഇതുപോലെയുള്ള എല്ലാ പരിപാടികൾക്കും അല എന്ന സംഘടനയുടെ ഭാഗത്ത് നിന്ന് എന്നാലാവുന്നതും അലക്റ്റ് ചെയ്യാൻ പറ്റുന്നതും എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഇതിവിടെ ഏറ്റെടുത്ത് വളരെ വിജയകരമായി ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നിങ്ങളെല്ലാവരോടും നന്ദിയും അഭിനന്ദനവും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. അടുത്തതായിട്ട് അലയുടെ നാഷണൽ കമ്മിറ്റിയിൽ നിന്ന് നാഷണൽ ജനറൽ സെക്രട്ടറി നമുക്കൊരു ആശംസ അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജേഷാണ്, അലയുടെ നാഷണൽ സെക്രട്ടറി. അല വിസ്കോൺസിൻ ചാപ്റ്ററിന്റെ സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് കൾച്ചറിന്റെ ആനുവൽ ഷോയ്ക്ക് എല്ലാവിധ ആശംസകൾ. ആ ആനുവൽ ഷോയിൽ പെർഫോം ചെയ്യുന്ന നമ്മുടെ മലയാളം ക്ലാസ്സിലെ ഓരോ വിദ്യാർത്ഥികൾക്കും എൻ്റെ പേരിലും അലയുടെ പേരിലും അല നാഷണൽ എക്സിക്യൂട്ടീവ്സിന്റെ പേരിലും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ഇവിടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ വളർന്നു വരുന്ന തലമുറകൾക്ക് നമ്മുടെ പൈതൃകം, നമ്മുടെ സംസ്കാരം, നമ്മുടെ മാതൃഭാഷ ഇതെല്ലാം നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്. അതിന് വിസ്കോൺസിൻ ചാപ്റ്റർ എടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് വളരെ വിലപ്പെട്ടതാണ്. ആ വിസ്കോൺസിൻ ചാപ്റ്ററിനെ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന കുട്ടികൾ, അവരുടെ പാരന്റ്സ്, അതിനുവേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്ന അധ്യാപകർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.